പ്രധാന അധ്യാപകന്റെ അടിയേറ്റ് 10ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ കർണപുടം പൊട്ടിയ സംഭവത്തിൽ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ കുട്ടിയുടെ വീട്ടിലെത്തി രക്ഷിതാക്കളെ കണ്ടു മൊഴിയെടുത്തു. കാസർകോട്ടെ കുണ്ടംകുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എത്തിയ വിദ്യാർത്ഥിയുടെ മൊഴിയും ഉടൻ രേഖപ്പെടുത്തും. സംഭവത്തിൽ പ്രധാന അധ്യാപകൻ എം അശോകനെതിരെ ബേഡകം പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടുണ്ട്. സാരംഗ് സുരേഷ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. സാരംഗ്, അന്വേഷണം പുരോഗമിക്കുന്നു അവസാനം അല്ലേ? അതേ മധു, അന്വേഷണം പുരോഗമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ബേഡകം പോലീസ് ഇന്ന് രാവിലെ ആണ് അധ്യാപകനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമുള്ള കേസെടുത്തത്. ബാലാവകാശ കമ്മീഷൻ ആദ്യം തന്നെ ഈ സംഭവം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് സ്വമേധയാ കേസെടുത്തിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് മറ്റു നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നത്. ഇപ്പോൾ അതിരാവിലെ തന്നെ രക്ഷിതാക്കളുടെ അടുത്തെത്തി കുട്ടിയുടെ വീട്ടിലെത്തി കുട്ടിയുടെ ആരോഗ്യ വിവരം തിരക്കിയിരുന്നു. അതോടൊപ്പം തന്നെ കുട്ടിയുടെ ആശുപത്രി രേഖകളെല്ലാം തന്നെ പരിശോധിച്ചു. മാതാപിതാക്കളുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. ഇപ്പോൾ സ്കൂളിൽ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് പരീക്ഷയ്ക്ക് ശേഷം 12:30 കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്താൻ തന്നെയാണ് ഇപ്പോൾ ബാലാവകാശ കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്നത്. ബാലാവകാശ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് ബി മോഹൻകുമാറാണ് ഇപ്പോൾ സ്കൂളിലെത്തിയിരിക്കുന്നത്. അദ്ദേഹം നമ്മളോട് പ്രതികരിക്കുകയും ചെയ്തു. കുട്ടിയുടെ സഹോദരിയുടെ മുൻപിൽ വെച്ച് മർദ്ദിച്ചു എന്ന് തന്നെയാണ് ഇപ്പോൾ ബാലാവകാശ കമ്മീഷന് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ യാതൊരു തരത്തിലും നീതീകരിക്കാൻ തക്കവണ്ണത്തിലുള്ള ഒരു രീതിയിലുള്ള ഒരു ഇടപെടലല്ല അധ്യാപകൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതിക്രൂരമായി തന്നെ കുട്ടിയെ മർദ്ദിച്ചു. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ വകുപ്പിനും അതോടൊപ്പം ആരോഗ്യ വകുപ്പിനും കുട്ടിയുടെ പൂർണ്ണമായ ചികിത്സാ ചിലവ് വഹിക്കാനുള്ള നിർദ്ദേശം കമ്മീഷൻ നൽകിയിരിക്കുന്നുവെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോലീസിനോടൊപ്പം തന്നെ കൂടിയാലോചിച്ചുകൊണ്ട് പോലീസിനോടും അതോടൊപ്പം തന്നെ DDEയോടും ഈ സംഭവത്തിൽ വിശദമായ അന്വേഷണ റിപ്പോർട്ടും നൽകണമെന്നുള്ള നിർദ്ദേശം ബാലാവകാശ കമ്മീഷൻ ആ ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേ തുടർന്നായിരിക്കും മുന്നോട്ടേക്കുള്ള നടപടികൾ ഉണ്ടാവുക. എന്തായാലും അധ്യാപകനെതിരെ കർശനമായ നിലപാട് സ്വീകരിക്കുമെന്ന് തന്നെയാണ് ബാലാവകാശ കമ്മീഷന്റെ ഭാഗത്തു നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.